വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 31-ാമത്തെ വാക്യവും ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും The book of John chapter 13 verse 1 and 31 and verse 31. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. 31-ാമത്തെ വാക്യം, അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലത്തിനും കാരണഭൂതനായ അങ്ങേ ഞങ്ങൾക്കിന്ന് പാടി ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളിലോടൊന്ന് പ്രസാദിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ. ഞങ്ങളാരും നീതിമാന്മാരല്ലപ്പാ. തൃക്കണ്ണിന് മുമ്പാകെ ഞങ്ങളുടെ കുറവുകൾ നഗ്നവും മലർന്നുമായി കിടക്കുമ്പോൾ ഞങ്ങളെ ശുദ്ധീകരിച്ചിട്ട് ഈ തിരുമേശയിലേക്ക് കരം നീട്ടുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുറ്റക്കാരായി തീരുവാൻ, ബലഹീനരായി തീരുവാൻ, രോഗികളായി തീരുവാൻ, മരണം ഭവിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒരിക്കൽ കൂടെ തൃപ്പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കഴുകുവാൻ കാൽവറിയിലെ ചോര ധാരാളമുണ്ടല്ലോ. ഏൽപ്പിച്ചു തരുവാൻ മനസ്സുകളെ ഏകാഗ്രപ്പെടുത്തണമേ കർത്താവേ. സകല മുഖത്തും അങ്ങേക്ക് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകലിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. I thank God for giving me this opportunity to be with you all in this blessed morning. എനിക്ക് വേദി ഒരുക്കി തന്ന അഭിവന്ദരായ കർത്താവിന്റെ ദാസന്മാർക്കുള്ള പ്രത്യേകമായ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. And also my greetings to all the ministers who arranged this meeting for me. 1.5 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് 35 മിനിറ്റ് എന്ന് പറയുമ്പോൾ പരിഭാഷകൻ പകുതി കൊണ്ടുപോയാൽ പിന്നെ കൂടുതലൊന്നുമില്ല. Even though we normally speak for 1.5 hours, at in a stretch now 35 minutes is nothing, especially when there is translation. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ക്ഷമായനം നടത്തുകയാണ്. പലരെയും എനിക്കിവിടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താനുണ്ട്, അവരുടെ സ്നേഹം പറയാറുണ്ട്, പക്ഷേ ഈ വേദി അതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. So I don't have the time to call out each and everyone's name that I am acquainted with here. റോമാലേഖനം 16-ാം അധ്യായം വായിച്ചിട്ടുള്ളവർക്കറിയാം, 21 സഹോദരന്മാരെയും 10 സഹോദരിമാരെയാണ് പൗലോസ് എടുത്ത് പ്രത്യേകം വന്ദനം പറയാനിടയായി തീർന്നു. You should know that in the book of Romans chapter 16 Paul is sending his greetings to 11 brothers and 16 sisters. ആ പുസ്തകത്തിന്റെ ആദ്യത്തിലല്ല, ആ ലേഖനത്തിന്റെ അവസാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഭായം കഴിയുമ്പം വല്ലവരൊക്കെ കണ്ടാൽ ഞാൻ ഗ്രീറ്റ് ചെയ്യാൻ നോക്കണം ആഗ്രഹിക്കുന്നു. In the book of Romans, he is not using the first chapter to greet all these people, but he is using the last chapter to greet the people. So like that, pastor will be greeting everyone after the meeting. 23-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടു. We heard Psalms 23 recited here. അതിൻ്റെ അകത്ത് ഒരു ഇടയനുണ്ട്, ഒരാടും ഉണ്ട്. There is a shepherd there and there is a sheep there. നമ്മൾ ആരും ഇടയന്മാരല്ല. We are not shepherds. അവന്റെ മുമ്പാകെ നമ്മൾ ആടുകളാണ്. In front of him, we are all sheep. ഇടയൻ നമുക്ക് 3 കാര്യം ചെയ്തു. The shepherd did 3 things for us. 1, നമ്മെ തേടി വന്നു. Number 1, he came looking for us. 2, നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. Number 2, he took us with him. എന്നേക്കും അവനോട് ഇരിപ്പാനുള്ള സാവകാശം ഒരുക്കി തരുന്നു. And also he is going to make a seat for us with him. 4, നമ്മൾ 5 കൂട്ടം കാര്യം ചെയ്യണം. And so, but we have to do 5 things. ഇടയൻ 3 കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ നമ്മൾ 5 കൂട്ടം കാര്യം If the ചെയ്യണം. shepherd has done 3 things for us, we have to do 5 things for the shepherd. കുത്തുപിടിക്കുകയും ചാടുകയും ഓടുകയും എന്നല്ല, അത് ചെയ്യുന്നതായ കാര്യം എന്ന് പറയുന്നത് കരയുകയാണ്. ആട് കരയുമ്പോൾ 5 അർത്ഥമാണ് അതിനുള്ളത്. 1, The sheep only cries to the shepherd, and when the sheep cries, there are 5 things that will be understood by the shepherd. വിശക്കുമ്പോൾ അത് കരയും. When the sheep is hungry, it will cry. ദാഹിക്കുമ്പോൾ അത് കരയും. When it is thirsty, it will cry. പിന്നീട് ഈച്ചയോ മറ്റോ വല്ലതും കടിച്ചാൽ അത് കരയും. Or if the flies come and sit on it, then it will cry. വയറ് ശരിയല്ലെങ്കിൽ അത് കരയും. And if its stomach is not well, it will cry. എല്ലാം പൂർത്തിയായാലും അത് കരയും. And even after everything is finished, still it will cry. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് വേണം. So everyone who is assembled here, they should need that. വിശക്കുന്നുണ്ടെങ്കിൽ കരയണം. If you are hungry, cry. ദാഹിക്കുന്നുണ്ടെങ്കിൽ കരയണം. If you are thirsty, cry. രോഗമുണ്ടെങ്കിൽ കരയണം. If you are sick, cry. ശത്രു ആക്രമിക്കുന്നുണ്ടെങ്കിൽ കരയണം. If the enemy is attacking, cry. ഇതൊന്നുമില്ലേലും കരയണം. Even if nothing of this happens, still cry.
56 8 അറിയാമല്ലോ സങ്കീർത്തനം. നീ എന്റെ ഉഴൽച്ചകൾ എണ്ണുന്നുവല്ലോ, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? Psalm 56:8, the psalmist is saying, all my tears are stored up in a jar and you have that in your book. ഇന്ന് നാം ഇവിടെ വന്നിരിക്കുന്ന ഒരു ഉപദേശം പറയാനല്ല, ഒരു വ്യക്തിയെ പറയാനാണ്. I'm not here to give a teaching, but I want to talk about an individual. മറ്റൊരുത്തിനെ കുറിച്ചല്ല, മറ്റൊരു വിഷയത്തെ കുറിച്ചല്ല, മറ്റൊന്നുമല്ല, യേശുവിനെ കുറിച്ച് മാത്രമാണ്. Not about anybody else, but about Jesus. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഞാനൊരു പേപ്പർ തന്നേച്ച് യേശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞ ഈ യോഗം തീരുന്നതിന് മുമ്പ് എന്നാ എഴുതി വെക്കും എന്നുള്ളത് അവരവർ മനസ്സിലാക്കിക്കൊള്ളണം. If I give you a paper and if I ask you to write about Jesus, and after the meeting you know what you will write there. ഇന്ന് നാം തിരുമേശയുടെ മുമ്പാകെ ആയിരിക്കുകയാണ്. We are in front of the Lord's Supper this morning. എനിക്ക് നിങ്ങൾക്ക് അത് അനുഗ്രഹവും വിടുതലുമായി തീരണം. Let that be a deliverance for all of us. അതിനോടനുബന്ധിച്ചുള്ള ഒരു ചിന്തയാണ് കർത്താവിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. And the Lord gave me gave me something and a message regarding that. നമ്മുടെ കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ വിശുദ്ധ ബൈബിളിൽ ആദിയോടന്തം വിവരിച്ചിട്ടുണ്ട്. The word of God has described Jesus from beginning to the end about Jesus. മോശെ ഉൽപ്പത്തി എഴുതി വെച്ചപ്പോൾ 3:15 പറഞ്ഞു, the promise of redemption, വീണ്ടെടുപ്പിന്റെ ദൂത് അവിടെ കാണാം. And in the book of Genesis that Moses wrote in 3:15, we can read about redemption there. 3:21 the practice of redemption, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. And then 3:21 talks about the procedure of redemption. അതിനുശേഷമുള്ള പ്രവാചകന്മാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയെ കുറിച്ച് വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ട്. And all the prophets after that they have reminded about the Calvary experience of Jesus. 22 സങ്കീർത്തനത്തിനകത്ത് യേശു എനിക്കും നിനക്കും സഹിച്ച 17 പീഡകളും അതിനാൽ ലഭിക്കുന്ന 17 വിടുതലുകളും നമുക്ക് കാണുവാൻ തക്കോണം. Psalms 22 describes about the 17 persecutions that Jesus suffered and the 17 deliverances that he is offering us. ഒരു സന്തതി അവനെ സേവിക്കും. One child will വരുന്ന തലമുറകൾ അവനെ കുറിച്ച് കീർത്തിക്കും. Next generation will be singing songs about him. അവർ വന്ന് ജനിപ്പാനിരിക്കുന്ന ജനത്തോട്, and to the people who are yet to be born, അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ ഘോഷിക്കും. and we'll be praising his glory, saying everything is finished. ഇത്ര മഹാനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. That's how great our God is. അതുകൊണ്ട് ഈ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത ഇന്ന് പകലിൽ വളരെ സജീവമാകട്ടെ. And so our meditation about him should become live this morning. ഈ 16-ാമത്തെ ഇവിടെ നമ്മൾ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്കറിയാം കർത്താവ് എന്തിനു വേണ്ടി ഒരുക്കപ്പെടുകയാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്ന് ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. So in chapter 13 verse 1 it talks about how Jesus was preparing to go back to his father. കിടന്നുറങ്ങിയപ്പോൾ അല്ല കർത്താവ് മരിച്ച സ്വർഗ്ഗത്തിലേക്ക് പോയത്. He was not going to sleep and die and then go to heaven. തകർന്നടിഞ്ഞിട്ടാണ് അവൻ പിതാവിന്റെ അടുക്കിലേക്ക് പോയത്. He will be persecuted and he will be taken to heaven after that. തന്റെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാ സ്വഭാവം കർത്താവിന് നന്നായിട്ട് അറിയാം. Jesus knew the characteristics or the attitude of all his disciples who were with him. എന്നാൽ കർത്താവ് അതൊക്കെ അറിഞ്ഞിട്ട് അവരെ അവസാനത്തോളം സ്നേഹിച്ചെന്നാ വായിക്കുന്നത്. Even after knowing about them, still he loved them till the end. എന്നിട്ട് അതിന്റെ 31-ാമത്തെ വാക്യമാണ് എന്നെ കുറെ കൂടെ ചിന്തിപ്പിച്ചത്. But verse 31 made me to think more about this. അവൻ പോയ ശേഷം, after he departed, കൂടെ 3.5 കൊല്ലം കൊണ്ട് നടന്ന ഇസ്കരിയോത്ത യൂദ പോയ ശേഷം, after Judas who was with Jesus for 3.5 years, after he left him. എന്തിനാ പോയെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. We all know why he left. ഗുരുവും കർത്താവുമായവനെ ക്രൂര മരണത്തിന് ഏൽപ്പിക്കുവാനുള്ള ക്രമീകരണം വരുത്തുവാൻ വേണ്ടിയാണ് അവൻ പോയത്. He left so that he will be making the arrangements for the death of Jesus. കർത്താവ് അതിന്റെ അകത്ത് ഒരു വ്യക്തിപരമായ പ്രതികരണം നടത്തിയില്ല. But Jesus did not make an individual response there. നമ്മളാണ് നീ എന്തെല്ലാം പറഞ്ഞു കൂട്ടിയനെ. If had it been us, we would have said a lot of bad things about him. എന്തെല്ലാം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ടേനെ. We would have posted on Facebook and WhatsApp about him. നമ്മുടെ കർത്താവ് അവിടെ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ പോയ ശേഷം കർത്താവ് പറയുകയാണ്, എന്നെ തകർക്കും, എന്നെ അവർ മുടിക്കും, എന്നെ അവർ ഇല്ലായ്മ ചെയ്യും. ഒന്നൊന്നും അല്ല പറഞ്ഞത്, ഞാൻ മഹത്വപ്പെടുവാൻ പോകുകയാണ്. After he was gone, Jesus did not say that he was going to be destroyed, he is going to be persecuted, but he said, I'm going to be glorified. തകർക്കപ്പെട്ടാൽ മാത്രമേ മഹത്വപ്പെടാൻ കഴിയത്തുള്ളൂ കർത്താവിന് മനസ്സിലായി. Jesus knew that only if he is persecuted and destroyed will he be able to achieve that glory.
അത് മാത്രമല്ല, മാനവകുലം നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവേദയിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ പുത്രൻ അത് അനുഭവിച്ചാലേ മതിയാകൂ എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. He also knew that all the mishap that has happened to man for centuries and millenniums will be over only if he will go through this. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഒരു മഹത്വമുണ്ട്. That's why Jesus said, it doesn't matter because a glory is waiting for me. ഇന്നത്തെ വേദന നാളത്തെ മഹത്വത്തിനു മുമ്പിൽ ഒന്നുമില്ല എന്ന് ഓർക്കുവാൻ എനിക്ക് നിനക്കും കഴിയണം. You and me should know that the pain that we are suffering will lead us to the glory for tomorrow. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ മഹത്വപ്പെടുവാൻ പോകുകയാണ്. So Jesus said, I am going to be glorified. വീണ്ടും കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ തുറന്ന് സ്നേഹിക്കുന്നു. And then Jesus said, I love you. പ്രിയമുള്ളവരെ, നമ്മള് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം? മടുക്കുവോളം അല്ല സ്നേഹിക്കേണ്ടത്, മരിക്കുവോളം സ്നേഹിക്കണം. How should we love others? We should love them till we die. എന്നിട്ട് കർത്താവ് ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം 4 പേര്, ബാക്കി 11 പേരെ ഉള്ളൂ ശിഷ്യന്മാര്, 4 പേര് 4 ചോദ്യമായിട്ട് വന്നു. And then after this there were only 11 left. Out of that 4 people came with questions to Jesus. തീർച്ചയായിട്ടും അവർക്ക് യൂദായുടെ ഉള്ളിലിരിപ്പ് കൂടെ നിന്ന ആളല്ലേ, എന്തേലൊക്കെ പിടികിട്ടി കാണും. അതുകൊണ്ടാണ് 4 പേര് 11 ശിഷ്യന്മാരിൽ 4 ചോദ്യമായിട്ട് എഴുന്നേറ്റു. They might have known what Judas was up to, but yet only 4 out of the 11 came to Jesus with these questions. 13-ാം അധ്യായത്തിന് 36-ാമത്തിൽ ശീമോൻ പത്രോസ് അവനോട്, And so verse 36, Simon Peter asked him, കർത്താവിനോട് പറയാൻ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ നിനക്ക് കഴിയത്തില്ല. So he asked him, Lord, where are you going? And Jesus replied, where I am going you cannot follow me, but you will follow later. ഇപ്പോഴത്തെ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് അവന്റെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത് അവരവർ ചിന്തിക്കണം. We must wonder if the way that we are now, will we be able to go after him or follow him? സകല ദൈവമക്കളുടെയും ഉള്ളിൽ കിടക്കുന്ന 4 കൂട്ടം കാര്യങ്ങളാണ് ഈ 4 ശിഷ്യന്മാരും ചോദിച്ചത്. These 4 disciples asked the same questions that most of us have in our mind. നീ പോകുന്നിടത്തേക്ക് എനിക്കും വരാൻ കഴിയാത്ത എന്താ? Why I cannot follow you? Why I cannot എനിക്ക് come where you go? കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയാത്ത തടസ്സം എന്താന്ന്? What is the hurdle that keeps me from going to Jesus? ഭാഗ്യവശാൽ പത്രോസ് അത് കർത്താവിനോട് ചോദിച്ച് കാര്യം ക്ലാരിഫൈ ചെയ്തു. And then Peter clarified what he was asking. നമ്മളും ആ കാര്യം ക്ലാരിഫൈ ചെയ്തോണം. And we also should clarify that. കർത്താവ് പറഞ്ഞു, മകനെ, സമയം വരുമ്പോൾ നീ എന്നെ തള്ളി പറയും. And Jesus said, at the time comes when you will betray me. അരുമശിഷ്യൻ തന്നെ തള്ളിപ്പറയും. അത് മാനുഷികമായ നിലവാരം ആണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. My own disciple will forsake me. And when the time comes, and Jesus knew that because he was after all a man. ലൂക്കോസ് 22:32 നമ്മുടെ കർത്താവ് പറഞ്ഞു, നീ തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിക്കും. And in Luke 22 he says, after that you will come around and you will make the other disciples stable. കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് മുന്നോട്ട് ചാടി. കർത്താവ് പറഞ്ഞു, യു ആർ ഗോയിങ് ടു ബി എ ബിൽഡിംഗ് ബ്ലോക്ക്. And when God called, Peter came forward and Jesus said, I will build my church on you. അത് കഴിഞ്ഞ് പത്രോസിന്റെ കയ്യിലിരിപ്പ് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. And then seeing what's in his mind, Jesus called him a stumbling block. പിന്നെ കർത്താവ് പറയാണ്, യു ആർ ഗോയിങ് ടു ബി എ സ്റ്റെപ്പിംഗ് ബ്ലോക്ക്. And then Jesus said that you will be a stepping stool. ജീവിതത്തിൽ ബലഹീനതകളും പരാജയങ്ങളും വന്നെങ്കിൽ അത് മാനുഷികമാണ്, പേടിക്കേണ്ട. കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ ഇടയായി തീർന്നാൽ പരിഹാരം പകരുവാൻ അവൻ മതിയായ കർത്താവാണ്. As human beings we have our own weaknesses, but if we go to Jesus, he will make us eligible to come near him. യോദയും പത്രോസും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാം. ദ റെസ്പോൺസ് ഓഫ് ദർ ഫെയിലിയർ, പരാജയത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രതികരണത്തിലാണ് കാര്യം You know what's the ഇരിക്കുന്നത്. difference between Judas and Peter? The way they responded after they failed. രണ്ടാമത്തെ ചോദ്യം അടുത്ത മഹാനാണ് ചോദിക്കുന്നത്, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ തോമാച്ചൻ. And then the second question was raised by Thomas. നീ എവിടെ പോകുന്നു? വഴി അങ്ങ് അറിഞ്ഞുകൂടാ. Lord, we don't know where you are going, we don't know the path. കർത്താവ് പറഞ്ഞു, Jesus ഞാൻ said, തന്നെ വഴിയും Jesus സത്യവും said, I am the way, the truth and life. കർത്താവിന്റെ 7 അയാംസിൽ 6-ാമത്തേതാണിത്. And this is the 6th one that Jesus said. കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്ന വഴി നീ അറിയും. Jesus said, you will know the path through which I am treading, I am going. ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, തോമസ് ഡൗട്ടഡ് ദാറ്റ് വി മേ നോട്ട് ഡൗട്ട്.
നമ്മുടെ ജീവിതത്തിൽ സംശയം കർത്താവിന്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രതിനിധി ആ സംശയം എല്ലാം തീർത്തിരിക്കുകയാണ്. We should never doubt about Jesus, because Thomas doubted and he has cleared that doubt. ലോകർ തേടുന്ന ഏക വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരുവൻ മാത്രമാണ്. The world should be looking only at Jesus, because he is the real way. വേറെ ഒരിടത്തുകൂടെ കർത്താവിന്റെ ദൈവസന്നിധി ചെല്ലുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. Nobody can go to the heavenly Father other than through Jesus. കഴിഞ്ഞ ദിവസം ഒരു സഭയിലെ വിശ്വാസിയുമായി ഞാൻ സംസാരിച്ചു. ഈ നാട്ടുകാരത്തെ ഒരു പ്രിയപ്പെട്ടവളാണ്. And the other day I was talking to a believer from this land. ഞാൻ അപ്പോൾ ഇവിടെ ചോദിച്ചു, ഇന്ന് നീ ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. I asked her, did you read the Bible today? ഞാനിവിടെ ആരോടും ചോദിക്കാൻ പോകുന്നില്ല. I am not going to ask you the same question. കാരണം നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to make you unhappy. അപ്പൊ ഞാൻ ആ പ്രിയപ്പെട്ടു, നീ ഇന്ന് ബൈബിൾ വായിച്ചോ എന്ന് So ചോദിച്ചു. I asked her, did you read the Bible today? അവൾ എന്നോട് പറഞ്ഞു, എന്റെ മേശപ്പുറത്ത് 4 പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. And she said, I have 4 books on my desk. ബുദ്ധന്റെ ചിന്തകള്, പിന്നെ അതുപോലെ തന്നെ രാമായണം, മഹാഭാരതം, ബൈബിൾ. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാ വായിക്കേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. And she said she has the book written by Buddha, and then Mahabharata and Ramayana and the Bible, and she has not decided which book she should start first. ബാപ്റ്റിസ്റ്റിലെ ഒരു വിശ്വാസിയാന്ന് ഓർക്കണേ. And she is a believer of the Baptist church. ഞാൻ ചുരുക്കി പറയട്ടെ, ഞാനോട് പറഞ്ഞു, ഇന്ന് മരിച്ചാൽ നിത്യതയിൽ നീ ചെല്ലണമെങ്കിൽ യേശു അല്ലാതെ വേറൊരു വഴിയില്ലെന്ന് പറഞ്ഞു. I told her, if you die today and if you have to reach eternity, only through Jesus that can happen. അടുത്ത പുള്ളി ഫിലിപ്പോസ് ആണ്. And the next one was Philip. പിതാവിനെ അങ്ങ് കാണിച്ചു തരണം. And he said, show us the Father. അതൊരു വലിയ ചോദ്യമാണ്. That's a big question. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. And so Jesus said, if you have seen me, you have seen the Father. കാണാപ്പുറം കാണാനുള്ള ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു ഒരുവൻ മാത്രമാണ്. Only you can see Jesus Christ. 4ാമത്തെ ചോദ്യം, ഇസ്കരിയോത്തല്ലാത്ത യൂദ അവനോട് ചോദിച്ചത്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു ഈ ലോകത്തിനല്ല ഞങ്ങൾക്ക് തന്നെ നിന്നെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. And then the other Judas asked, why you have revealed yourself to us? പ്രിയമുള്ളവരെ, ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച്, the thing that was hidden from all the people with wisdom and knowledge, എനിക്ക് നിനക്കും കർത്താവ് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ കരുണയാണ്. and he showed himself to യെശയ്യാവ് us only. പറഞ്ഞില്ലേ, വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നോക്ക്. Isaiah said that you look at into the stone where you were carved out of. വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഓർക്ക്, അവിടെ ദൈവം നിന്നെ ഉയർത്തിയില്ലേ. And look at all your friends and your relatives. Didn't he raise you up from among them? അവൻ എന്നെ നിന്നെ തേടി വന്ന ഒരു നിസ്സാര കാര്യമല്ല. He came for us, looking for us. That's a very big thing. ഇതിനുശേഷം ഇത്രയും പറഞ്ഞിട്ടാണ് 4 വിധ സംശയങ്ങളെ ദൂരീകരിച്ചിട്ടാണ് കർത്താവ് എങ്ങോട്ട് പോകുന്നത്? ഗെത്സമനയിലേക്ക് പോകുന്നത്. And after clearing all these 4 doubts, he headed to Gethsemane. ഗെത്സമനയിലെ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാം. And we all know what happened in Gethsemane. അവർ കർത്താവിനെ പിടിച്ചു. And there they came and caught Jesus. കർത്താവിനെ പിടിച്ച രംഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ And we all know കിടക്കുന്നില്ല. how he was arrested and what happened there. അവിടുത്തെ ഫുൾ ബെഞ്ച് തികയണത്, ഫുൾ ബെഞ്ച് 71 പേരാണ്. പക്ഷെങ്കിൽ 23 പേരുണ്ടെങ്കിൽ മാത്രമേ അവന് വിസ്തരിക്കാനുള്ള കോറം തികയത്തുള്ളൂ. The full bench of the judges was 71, but only unless there are 23, and they will not be able to cross-examine Jesus. എന്നാൽ യേശുക്രിസ്തുവിനെ പിടിച്ചപ്പോൾ, അവനെ വിസ്തരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത്രയും പേരില്ലായിരുന്നു. But when Jesus Christ was arrested and when they started cross-examining him, there were not enough people. The quorum was not there. ഈ യേശുക്രിസ്തുവിന്റെ irregularities of trial വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The irregularities of that trial is a very important thing. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു തട്ടിക്കൂട്ടിയ വിധിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And if we clearly study that it was a made up judgment. ഒന്നാമത്തെ കാര്യം, Number 1, അവനെ വിസ്തരിച്ചത് രാത്രിയിലാണ്. he was cross-examined in the night. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാളെയും രാത്രി വിസ്തരിച്ചിട്ടില്ല. Look at history, nobody was cross-examined in the night. നിയമപ്രകാരം കാര്യങ്ങൾ നടത്തിയാൽ യേശുവിനെ ക്രൂശിക്കാൻ കഴിയത്തില്ല. And if they would have gone according to the law of the land, they wouldn't have crucified him. They cannot do it. രണ്ടാമത്തേത്, യേശുവിനെ വിസ്തരിച്ചത് മഹാപുരോഹിതന്റെ വീട്ടിലാണ്. And number 2, he was cross-examined in the house of the high priest. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. And that's a big mistake. മൂന്നാമത്തേത്, യേശുക്രിസ്തുവിനെ വിസ്തരിച്ചത് ഒരു വലിയ പെരുന്നാളിന്റെ തലേ ദിവസമാണ്. And also he was cross-examined the day before a big festival. പബ്ലിക് ഹോളിഡേയിൽ ഒരു കാരണവശാലും കോടതി കൂടി വിസ്തരിക്കാൻ പാടില്ല. On a public holiday, the court cannot summon
and cross-examine a defendant. അത് മാത്രമല്ല, ഒരു കുറ്റപത്രം ഹാജരാക്കാതെയാണ് യേശുവിനെ വിസ്തരിച്ചത്. And they also did not write what mistakes he committed, and they cross-examined him without that. അഞ്ചാമത്തേത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, വിസ്തരിച്ചു, അന്നേരം വിധി പ്രഖ്യാപിച്ചു. Number 5, the moment they finished the cross-examination, they also pronounced the judgment. ഈ 5 ഇറഗുലാരിറ്റീസ് യേശുവിന്റെ വിസ്താരവേളയിൽ ഉണ്ടായത് കൊണ്ടാണ് വാസ്തവത്തിൽ അവൻ എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ മരിപ്പാൻ ഇടയായി. Actually, because of these 5 irregularities were the reason why he was crucified on the cross for us. നിയമത്തിന്റെ ഒരു പഴുത് മാത്രം അവരുടെ കൈ കിട്ടി. He only got one loophole from the law. അത് മാത്രം കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചു. And that was written on the cross. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. That he is the king of Jews. അവൻ യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, സകല മാനവജാതിയുടെ രാജാവാണ്. He is not just the king of Jews, but the king of the entire humanity. 91 വാക്യങ്ങൾ മാത്രമുള്ള കൊലോസ്യ ലേഖനത്തിൽ, In the book of Colossians, there are only 91 verses. അതിൻ്റെ അകത്ത് 72 കൂട്ടം കാര്യങ്ങളാണ് യേശു എനിക്കും നിനക്കും വേണ്ടി ചെയ്ത് എഴുതി And വെച്ചിരിക്കുന്നത്. 72 verses are used to describe what Jesus has done for us. ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനാലും അവങ്കലേക്കുമാകുന്നു. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. Isaiah wrote that the government shall be upon his shoulders, and he will be called the wonderful counselor, the everlasting father, and the king, and the prince of peace. അകൃത്യങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തും അയച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. And not only that, on the cross he was able to remove all the laws that was against us. ഇത്രയും വലിയ മഹാനായ ഒരു കർത്താവിനെ സേവിപ്പാൻ എനിക്ക് നിനക്കും കിട്ടിയത് എത്രയോ വലിയ ഭാഗ്യപദവിയാണ്. And it's a very blessed thing that you and me have gotten the opportunity to serve this mighty, awesome God. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെന്നാൽ അവന്റെ മഹത്വം വളരെ വ്യക്തമായി യോഹന്നാൻ ദർശിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. And when you go to the book of Revelation, you can see how John witnessed this glorious king. 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, വെളിപ്പാട് 11:15, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ രോഗരാജത്വം അവന്റെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നു. അവൻ എന്നേക്കും. The 7th angel sounded his trumpet, and there were loud voices in heaven which said, the kingdom of this world has become the kingdom of our Lord and of his Messiah, and he will reign forever and ever. വെളിപ്പാട് 19:12 അവന്റെ തലയിൽ വെക്കേണ്ടതിന് അനേക രാജകിരീടങ്ങൾ. And then you can see many crowns were there to place on his head. ഇന്നത്തെ ലോകത്തിൽ 250 രാജ്യങ്ങളെ ഉള്ളൂ, അതിലപ്പുറം കിരീടങ്ങൾ നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടു. In this world there are only 250 nations, but more crowns, more than 250 were prepared for him. വെളിപ്പാട് 19:16 രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. And then Revelation chapter 16 says that he will rule them with an iron scepter. He treads in the winepress of the fury and on the wrath of God Almighty. On his robe and on his thigh he has his name written. ഇരമ്യാവ് 10:11 ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കാത്ത ദേവന്മാരോ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നശിച്ചു പോകും. And Jeremiah says that those kings that rule this nation, they will be destroyed and they will be removed. യെശയ്യാവ് 60:22 അവനെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. Isaiah in 60:22 he said, any nation or any king that won't serve our Lord will be destroyed. ഇത്ര വലിയവനായ ഒരു കർത്താവിനെ സേവിപ്പാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ? We have that blessed experience to serve this mighty God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയെ കുറിച്ച് ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ I ചുരുക്കാം. want to remind you one more thing about the cross of Calvary, and then I will conclude. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കേട്ടും കണ്ടും കാണുമെന്ന് ഞാൻ I വിചാരിക്കുന്നു. hope that you might have watched the movie Passion of Christ. മെൽ ഗിബ്സൺ എന്ന് പറയുന്നയാള് 600ഓളം നടന്മാരെ ഉപയോഗിച്ച്
$30 million മുടക്കിയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ടാക്കിയത്. Mel Gibson produced that movie. He had like 600 artists to do that movie, in the making of that movie. ജിം കാവിൽസനാണ് യേശുവിന് പകരം അവിടെ ആ ക്രൂശിനെ ഏൽക്കുവാൻ വേണ്ടി കടന്നു വന്നത്. Jim Caviezel was the actor who acted as Jesus there. 19-ാമത്തെ വയസ്സിൽ പള്ളിയിലിരിക്കുമ്പോൾ ആരോ അവനെ വിരൽ ചൂണ്ടി പറഞ്ഞു, ലോകം കണ്ടിട്ടില്ലാത്തൊരു നായകത്വത്തിന്റെ നടനായി നീ മാറാൻ പോകുന്നു. When he was 19 years old, when he was in the church, somebody said that you are going to be acting in a movie that nobody has ever seen. മെൽ ഗിബ്സൺ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തു. ഏകദേശം 6 മാസം താൻ അത് പഠിച്ചു. Mel Gibson gave him the script, and this guy, he studied the script for 6 months. തുടർന്ന് അവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. And then he started reading the Bible and he got saved. He was baptized. അതിനുശേഷം യേശുവിനെ നടിക്കുവാൻ വേണ്ടി അവൻ തന്റെ ജീവിതം അർപ്പിച്ചു കൊടുത്തു. And not only that, after that he acted as Jesus. മെൽ ഗിബ്സനെ കുനിച്ചു നിർത്തി അവന്റെ പുറത്തൊരു പ്രത്യേക ട്രാൻസ്പെറന്റ് ആവരണം വെച്ച് അവനെ 37 അടി അടിച്ചു. And they made the kind of makeup that he was asked to bow down, and they slapped him 37 times on his back. 38-ാമത്തെ അടിക്ക് ആവരണം പൊട്ടിയിട്ട് അവന്റെ പുറത്ത് വലിയൊരു ഉഴവുചാല് പോലെ ചീന്തപ്പെട്ടു. And at the 38th slap, whatever was on his back was broken. അവൻ കോമായിലായി ഏകദേശം 6 മാസം ആശുപത്രി കിടക്കേണ്ടി വന്നു. And he was in a coma, and he was in a hospital for about 6 months. അതെല്ലാം കഴിഞ്ഞ് റിക്കവർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു തീർത്തത്. And after that, after he recovered only, he finished the shooting of the movie. അവനെ മരത്തോട് ചേർത്ത് ആണിയടിച്ച് ആ കുഴിയിലേക്ക് അവനെ ഇട്ടപ്പോൾ, And when they pierced the nail to his hands and dropped him into the hole, അവന്റെ 207 അസ്ഥികൾ ഇളകുവാൻ തക്കോണം കാരണമായി തീർന്നു. and it said that all his 207 bones were shaken. മാസീവ് അറ്റാക്ക് അവനുണ്ടായി. ഏകദേശം 1 വർഷം കഴിഞ്ഞാണ് ബാക്കി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. And he had a massive heart attack, and after 7 years only they were able to finish the movie. മാനവകുലത്തിൽ ഒരുത്തനും സഹിക്കാൻ കഴിയാത്ത വേദന എനിക്കും നിനക്കും വേണ്ടി യേശു സഹിച്ചത് ഇന്ന് ഞാനും നീയും മറന്നു The പോകരുത്. pain and agony that no man can suffer, he suffered for you and me. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി മാത്രമേ തിരുമേശയിലേക്ക് കരം നീട്ടാവൂ. So have that seriousness in your mind when you stretch forth your hand towards this table. ഒരുക്കത്തോടെ ഇത് ഏറ്റെടുത്താൽ അനുഭവിക്കുന്ന വിടുതൽ വളരെ വളരെ If you വലുതാണ്. are prepared and if you participate in this, you will receive much deliverances. ക്രൂര പീഡനത്തിനിരയായ കർത്താവ് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരുവുമായി തീർന്നു. And Jesus was manhandled to the extent that people who knew him, they found him, that they were not able to recognize him after that. ഏകദേശം 5.5 ലിറ്റർ രക്തം കർത്താവിനുണ്ടായിരുന്നെന്നാ പറയപ്പെടുന്നത്. അത് മുഴുവൻ ഇങ്ങനെ ഒഴുകുകയാണ്. It says that he had like 5.5 liters of blood in his body. They all oozed out. കുരിശും എടുത്തുകൊണ്ട് യേശു മന്ദമന്ദമായി കാൽവറിയിലേക്ക് He നടക്കുകയാണ്. carried that heavy cross and he walked towards Calvary. എന്നാൽ താൻ കുരിശിന്റെ പാതയിൽ പോകുമ്പോൾ നേരെ ക്രോസ് റോഡായിട്ട് വേറൊരുത്തൻ കടന്നു വരുന്നു. And as he was going then through to the other road, this man was coming out. അവന്റെ പേര് നമുക്കറിയാം. മറ്റൊരു വംശജനാണ്, മറ്റൊരു വ്യക്തിയാണത്. And we know his name. He belongs to another tribe, another religion. രാവിലെ 6 മണിക്ക് യജമാനന്റെ തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ പോകും. And he will go to the field of his master to work, to labor there. 9 മണിയാകുമ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ കുടിലേക്ക് മടങ്ങിപ്പോകും. And at 9 a.m. he will go to his house to eat snacks. പ്രതീക്ഷയില്ലാത്ത ഒറ്റയടി പാതയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറേനക്കാരനായ ശീമോന് തന്റെ വഴിക്കെതിരായി ഇതാ മറ്റൊരു വഴിയിൽ കൂടെ ഒരുവൻ നടന്നു പോകും. And as Simon the Cyrene was walking, he saw Jesus carrying the cross and coming his way. കുറേനക്കാരനായ ശീമോൻ ജീവിതത്തിന്റെ ക്രോസ് റോഡിൽ വെച്ച് കുരിശുമായി പോകുന്ന കർത്താവിനെ കണ്ടുമുട്ടി. In the crossroad of his life, he saw Simon the Cyrene saw Jesus with his cross. ആരോ അവനെ നിർബന്ധിച്ചു. Somebody forced him. ആരോ അവനെ നിർബന്ധിച്ചു. Somebody forced him. നിവൃത്തിയില്ലാതെ അവൻ യേശുവിന്റെ കുരിശ് തൊന്ത ചോളിലേക്ക് ഏറ്റുവാൻ. And he had no other way. He had to help carrying that cross on his ഇടത്തെ shoulders. ഇടത്തെ തോളിലേക്ക് യേശുവിന്റെ ക്രൂശ് വെച്ചപ്പോൾ ആ ചോര ഇതിലൂടെ ഒഴുകുവാൻ തുടങ്ങി. And when he placed that cross on his left shoulders, the blood from that cross started flowing on his shoulders. മാനവജാതിയുടെ പാപം പേറിപ്പോകുന്ന കർത്താവ് വേച്ചും വീണും പോകുമ്പോൾ യേശുവിനെ
താൻ തന്റെ വലങ്കരം കൊണ്ട് ആലിംഗനം ചെയ്തു. And when Jesus was wavering and going to fall down, he lifted him up with his right hand. എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചിട്ട് അവൻ മടങ്ങി വന്നു. And he took him to the place where he was supposed to go, and then he returned. കാത്തിരുന്ന ഭാര്യയും മക്കളും ആശ്ചര്യപ്പെട്ടു. And his wife and his children, when they saw this, they were surprised. രക്തം ശരീരത്തിൽ കൂടി ഒഴുകുന്നു. Because blood was flowing on his body. ഇതാരുടേതാണെന്ന് അറിഞ്ഞുകൂടാ. They don't know whose blood that was. സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളും വീട്ടിൽ പണിയെടുത്തുന്ന ഭാര്യയും തന്റെ പപ്പായെ കെട്ടിപ്പിടിച്ചു. The children and the wife, they embraced their father. അവർ അലറിക്കരഞ്ഞു. And they started wailing and crying. ഇത് നിന്റെ രക്തമാണോ മറ്റാരുടെയെങ്കിലും രക്തമാണോ? Is this your blood or the blood of somebody else? ഒരു കാര്യം ഉറപ്പ്, ആ രക്തം കൊണ്ട് ആ കുടുംബം മൊത്തം കഴുകപ്പെട്ടു. One thing is for sure, because of that blood, the whole family was washed. അന്ന് ആ കുടുംബത്തിന്റെ കെട്ടഴിഞ്ഞു. And that day, that family received its deliverance. അവരുടെ നിലവാരത്തിന് മാറ്റം വന്നു. And their state of affairs changed. ലോകം അവരെ അറിയുവാൻ തുടങ്ങി. Then the world came to know about them. ഇന്ന് പകലിൽ ഞാനും നിങ്ങളും അവനെ കുറിച്ച് പറയുന്നു. And you and me, we are talking about him even now. ആ രക്തത്തിന്റെ വിലയാണ്. We are the price of that blood. ആ നിയമരക്തത്തിന് മുമ്പാകെ നമുക്ക് തന്നെ നമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. And let's submit ourselves to that blood, and may God bless you with these verses.